സർ, പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയിൽ ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരുപാട് അർത്ഥതലങ്ങളില്ലേ അതിന്? അത് ഇനി അർത്ഥതലം ഇല്ലെങ്കിൽ തന്നെ അത് ആരോപിക്കപ്പെടും. കാരണം ഇന്ത്യയിൽ ഒരു സ്ഫോടനം ഉണ്ടായി, അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുമുണ്ട്, 12 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ സ്ഫോടനത്തിൽ ഒരു പാർക്കിംഗ് സ്പേസ് അതിൻ്റെ അകത്തുണ്ടല്ലോ, കാറ് 3 മണിക്കൂർ നിർത്തിയിട്ടെടുത്തതാണ്. നമ്മുടെ ചുവപ്പുകോട്ടയുടെ അടുത്ത് ഒരു പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടിരുന്നതാണ്. ഇതും ഇസ്ലാമാബാദ് നഗര കേന്ദ്രത്തില് ആണ് കോടതി സമുച്ചയം. കോടതി സമുച്ചയത്തിന്റെ പ്രവേശന ദ്വാരം, എൻട്രി, ആ ഭാഗത്തുള്ള ഈ പാർക്കിംഗ് ലോട്ടില് കടന്നിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോ അത് ചാവേർ ആക്രമണം തന്നെ ആണെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഇവിടെ നടന്ന ചാവേർ ആക്രമണമാണ്, കാറാണ് അല്ലേ? അപ്പോ പാർക്ക് ചെയ്ത വാഹനം കോടതി സമുച്ചയത്തിന്റെ പുറത്ത്, ഹൈക്കോടതിയൊക്കെ അവിടെ തന്നെയാണ്. 12 പേര് കൊല്ലപ്പെട്ടു, 20 പേർക്ക് പരിക്കുണ്ട്. പ്രധാനമായിട്ടും അഭിഭാഷകരാണ് കൊല്ലപ്പെട്ടതും പരിക്ക് പറ്റിയതും ഒക്കെ. അപ്പോൾ ഉച്ചയ്ക്ക് 12:30, ഇന്ന് ഉച്ചയ്ക്ക് 12:30 നല്ല തിരക്കുള്ള പീക്ക് അവർ ആണ്. ആ സമയത്താണ് ഈ ജില്ലാ കോടതിയുടെ പ്രവേശന കവാടത്തിൽ ഇത് ഉണ്ടായത്. ഉഗ്ര സ്ഫോടനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഫോടനം 6 കിലോമീറ്റർ ദൂരെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വീഡിയോകളുണ്ട് ധാരാളം, തീയും പുകയും ഒക്കെ ഈ കത്തിയ വാഹനങ്ങളിൽ നിന്നൊക്കെ. ഈ പറഞ്ഞ പോലെ ഡൽഹിയിലും വാഹനങ്ങൾ കത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ കത്തിയ വാഹനങ്ങളിൽ നിന്നൊക്കെ പുകയും തീയും ഒക്കെ ഉണ്ട്. പാർക്ക് ചെയ്ത മറ്റു വാഹനങ്ങളും കത്തിയിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ റസ്തം മാലിക് പറഞ്ഞിട്ടുണ്ട്, ഗേറ്റിൽ ഞാൻ ജഡങ്ങൾ കണ്ടു, വാഹനങ്ങളിൽ നിന്ന് കത്തുന്നതും കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം ഈ തെക്കൻ വസീറിസ്ഥാനിൽ തെഹ്രീക്ക് ഈ താലിബാനില്ലേ, TTP, ഇപ്പോൾ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഭീകര സംഘടന, അവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ സൗത്ത് വസീറിസ്ഥാനിലെ വാന എന്ന് പറഞ്ഞ സ്ഥലത്തെ കേഡറ്റ് കോളേജ് ആക്രമിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി TTP. അത് അവിടുത്തെ പട്ടാളം അലസിപ്പിച്ചു, തകർത്തു. ആ ശ്രമം തകർത്തു. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിഭീകരമായതിനെ. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന് ശ്രമിച്ച് 2 TTP പോരാളികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്, പട്ടാളം കൊന്നിട്ടുണ്ട്. ഞങ്ങളല്ല ഇത് ചെയ്തത്, ഞങ്ങളുടെ ആരുമല്ല ഈ കൊല്ലപ്പെട്ടതും എന്ന് TTP പറഞ്ഞിട്ടുണ്ട്. പക്ഷെ TTP ആണെന്ന് ആണ് പാകിസ്ഥാൻ പട്ടാളം പറയുന്നത്. ഈ കേഡറ്റ് കോളേജ് സൗത്ത് വസീറിസ്ഥാനിൽ ആക്രമിച്ചത്. അപ്പോൾ 2014 പെഷവാറിൽ പട്ടാള സ്കൂൾ താലിബാനെ ആക്രമിച്ചിരുന്നു. പട്ടാള സ്കൂൾ ആക്രമിച്ചിട്ട് 154 പേര് കൊല്ലപ്പെട്ടിരുന്നു അന്ന് പെഷവാറിൽ. ആ ആക്രമണം പകർത്തുന്ന ഒരു ആക്രമണമായി പോയേനെ ഇതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. ഈ ആക്രമണം നടന്നിരുന്നെങ്കിൽ ഈ കേഡറ്റ്, അപ്പോൾ ഈ TTP അടങ്ങിയിരിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. ഒരുപാട് കാഷ്വാലിറ്റി വരുന്ന ആക്രമണങ്ങൾക്ക് അവർ തയ്യാറെടുക്കുന്നു. 2014 ആക്രമണം പോലെ 154 പേര് കൊല്ലപ്പെട്ട ആക്രമണം പോലെ ഒന്നാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ജെയ്ഷെ മുഹമ്മദും അൻസാർ ഗസ്വാത്ത് ഉൽ ഹിന്ദും ആണല്ലോ ഈ ആക്രമണം നടത്തിയതായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2900 കിലോ അമോണിയം നൈട്രേറ്റ് ഫരീദാബാദിൽ പിടിച്ചു. ആ അമോണിയം നൈട്രേറ്റ് കൊണ്ടാണ് IED സ്ഫോടകങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ CNN-നോട് ISI അവിടുത്തെ പട്ടാളമൊക്കെ പറഞ്ഞത് ഇത് താലിബാനും ഇന്ത്യയും കൂടി ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. കോടതി അതെന്ത് സംഭവിച്ചാലും ആരോപിക്കും, ഇന്ത്യയാണെന്ന് പറയും. ഖ്വാജ ആസിഫ് മറ്റേ വിദേശമന്ത്രി പറഞ്ഞു വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് വാർ എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടും സംഘർഷാവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടത് മുതൽ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ കാലാവസ്ഥയിലെ ആണ് മറ്റേ
ഇന്ത്യക്കൊരു സമാശ്വാസം എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ വിരോധികൾ ധാരാളം ഇല്ലേ? TTP പോലെ ഈ അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഇല്ലേ? ഇവരൊക്കെ ചെയ്തതായിരിക്കും ഒരു അവസരമല്ലേ? സാർ, ഈ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം റാലികളിലൊക്കെ പങ്കെടുക്കുന്നു, പ്രസംഗിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വമ്പൻ തിരിച്ചടിയാണ് പാകിസ്ഥാന് സംഭവിച്ചത്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഇവിടെ പാകിസ്ഥാനും അത്ര ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു സ്ഫോടനമൊക്കെ നടത്തി ഒരുപക്ഷെ അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കാൻ ഇതുകൊണ്ട് ഇനി ഇന്ത്യ കുറച്ച് ആക്രമണം കുറച്ചേക്കും എന്നൊക്കെയുള്ളൊരു നീക്കം അവർക്ക് നടത്തിക്കൂടെ? ഇല്ല, ഇന്ത്യ ആക്രമണം കുറയ്ക്കാനും അത് ഇന്ത്യയല്ല അവർ ചിന്തിക്കുന്നത്. അവർ തന്നെ ആസൂത്രണം ചെയ്തൊരു സ്ഫോടനം ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ ഇന്ത്യ കയറി ആക്രമിക്കില്ല എന്ന്. കാരണം പേടിയല്ലേ എന്തായാലും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ അവർ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്കായി പോയില്ലേ. അതുപോലെ ഒരു ആക്രമണം കൂടി ഉണ്ടായാൽ പാകിസ്ഥാന് താങ്ങാൻ പറ്റൂല. ഇല്ല, അവർക്ക് ഈ സത്യത്തിൽ ഇസ്ലാമാബാദിൽ ഇന്ന് കോടതി വളപ്പിൽ സ്ഫോടനം, കോടതിക്ക് പുറത്ത് സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെയാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. അതെ, അവര് സ്വന്തമായിട്ട് നടത്തുകയാണെങ്കിൽ 12 പേരെയൊക്കെ കൊല്ലുന്നൊരു സ്ഫോടനത്തിന് നിൽക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ ജുഡീഷ്യൽ കോടതി സമുച്ചയം എന്നൊക്കെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട കേന്ദ്രമൊക്കെ തന്നെയാണ്. അപ്പൊ പെട്ടെന്ന് സ്ഫോടനം നടത്താൻ കഴിയുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഏതോ ശത്രു തെരഞ്ഞെടുത്തത് തന്നെയാണ്. കാരണം ഇതിന്റെ ക്രെഡിറ്റ് നമ്മളെ അത് ചെയ്ത വീരന്മാർക്ക് തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പാകിസ്ഥാൻ തന്നെ ഒരു വീരസ്യം കാണിച്ചാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗ്രാവിറ്റി കുറയ്ക്കുന്നത് ശരിയായിരിക്കില്ല. ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലൊരെണ്ണം നടന്നു. അവിടെ TTP എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുകയല്ലേ. എന്ത് ആക്രമണത്തിനും സജ്ജമാണ് അവര്. അവർക്കും പുറത്തു നിന്നുള്ള സഹായമൊക്കെ കിട്ടുന്നുണ്ടാവും. ഇന്ത്യയുടെ സഹായമൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്നൊക്കെ വരും. ബലൂജികൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. മാത്രമല്ല ഞങ്ങൾ പലതും ഇനി ആക്രമിക്കുന്നൊക്കെ TTP പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഈ പാകിസ്ഥാന്റെ അവസ്ഥ പരമ ദരിദ്രല്ലേ. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. ഇപ്പൊ അവിടെ ഖത്തർ, അവിടുത്തെ പ്രധാനപ്പെട്ട ഊർജ പദ്ധതിയിൽ നിന്ന് ഖത്തർ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല, ചെയ്ത ജോലിയുടെ പൈസ കിട്ടുന്നില്ല. ചൈനയുടെ പദ്ധതികളിൽ നിന്നൊക്കെ പിന്മാറുന്നു അല്ലേ. 4 പ്രവിശ്യകളിൽ പ്രക്ഷോഭം. സിന്ധ്, ബലൂചിസ്ഥാൻ, ഖൈബർ പക്തൂൺഖ്വ, POKയിലൊക്കെ പ്രക്ഷോഭം തുടരുകയാണല്ലോ. അപ്പൊ ഈ ആഭ്യന്തര കലാപം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ഒരു ആക്രമണം കൂടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിനെ അതിജീവിക്കാൻ കഴിയില്ല. പിന്നെ അറ്റ കൈയെന്ന നിലയിൽ അവർ ആറ്റം ബോംബിന്റെ ഒരു തലത്തിലേക്ക് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? അല്ല, ആറ്റം ബോംബ് എന്നുള്ള ബ്ലാക്ക് മെയിൽ അവർ ഓപ്പറേഷൻ സിന്ദൂർ കാലത്തും പ്രയോഗിച്ചതാണല്ലോ. അപ്പൊ നമ്മളത് തൃണമൂൽഗണിച്ചു എന്ന് പറയാം. അപ്പൊ അതോടുകൂടി സംഗതി അത് കഴിഞ്ഞ് CIAയുടെ ഓഫീസർമാർ ജോൺ കിരിയാക്കുവിനെ പോലുള്ളവർ വെളിപ്പെടുത്താൻ തുടങ്ങിയല്ലോ. അവരുടെ ബോംബൊക്കെ ഞങ്ങൾ പർവേസ് മുഷറഫിന്റെ കാലത്ത് തന്നെ ബോംബൊക്കെ ഞങ്ങൾ വിലക്കെടുത്താണ്. ഞങ്ങൾ മുഷറഫിനെയൊക്കെ വില എടുത്തിരുന്നു. അപ്പൊ കിരാന ഹിൽസിലല്ലേ ഇയാണു ബോംബെല്ലാം കൂടി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നമുക്ക് വളരെ വ്യക്തല്ലേ ആ കിരാന ഹിൽസിന് കാവൽ നിൽക്കുന്നത് മുഴുവൻ അമേരിക്കൻ പട്ടാളമാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാൻ എത്രയോ റിപ്പോർട്ടുകളിൽ വായിച്ചിരിക്കുന്നു. കാരണം അത് അമേരിക്കയുടെ ഒരു കമാൻഡറും കാര്യമൊക്കെയാണ്. അതിന് അതിൻ്റെതായ വേറെ കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൊടുക്കുകയും വേണം. അന്തിമ തീരുമാനം അമേരിക്കയിൽ എടുത്താൽ മാത്രമേ അവർക്ക് അതെടുത്ത് പ്രയോഗിക്കാൻ കഴിയുള്ളൂ. അമേരിക്കയുടെ ഒരു ബറ്റാലിയനും കാര്യമൊക്കെ ഇവരെ പ്യൂൺമാരോ കാല് നക്കാനോ മറ്റേ ചെരുപ്പ് തുടക്കാനോ ഷൂ തേക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഒരു സൈന്യമാണ് ഈ കിരാന ഹിൽസിൽ ഈ ബോംബ് സംരക്ഷിക്കുന്നൊക്കെ. കാരണം ഇവരതെടുത്തിട്ടേ വേറെ എവിടെയെങ്കിലും സിറിയക്കോ മറ്റോ ഒക്കെ കൊടുത്താലോ ഇല്ലേ, ലെബനനിലോ അല്ലെങ്കിൽ ഭീകരർ തന്നെ എടുത്ത് വെച്ച് ഉപയോഗിച്ചാലും അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക രാജ്യങ്ങളുടെ കയ്യിൽ അണുബോംബ് പറ്റില്ല എന്ന് ഇസ്രയേല് വാശി പിടിക്കുന്നത്. ഇത് ആരുടെ കയ്യിലൊക്കെ ഇത് ചെല്ലും. ഭീകര സംഘടന ജയ്ഷെ മുഹമ്മദിന്റെ അടുത്തൊക്കെ ചെല്ലില്ലേ അവസാനം. അവരിത് ചുമ്മാ എടുത്ത് എവിടെയെങ്കിലും ഒക്കെ പ്രയോഗിക്കില്ലേ, ജയ്ഷെ മുഹമ്മദോ ലഷ്കർ തൈബയോ ഒക്കെ. വല്ല വാലും തുമ്പും ഉണ്ടോ, എന്തു വേണമെങ്കിലും ഒക്കെ ചെയ്തു എന്നൊക്കെ വരില്ലേ. അപ്പൊ അങ്ങനെയല്ല, ഇത് എന്തായാലും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന അല്ലേ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ചെയ്തിരിക്കാനാണ് സാധ്യത. സാർ, ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നിട്ട് ദുഃഖം രേഖപ്പെടുത്തുകയും ഇതിനെക്കുറിച്ചൊക്കെ രാജ്യത്തോട് സംസാരിക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ടൊരു സംസാരം നമ്മുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ അതെന്താണെന്നറിയോ, നേരത്തെ ഈ പഹൽഗാം നടന്നപ്പോൾ മോദി
മിണ്ടാതെ മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ പോയിരുന്നു എന്ന് കാര്യം പറഞ്ഞല്ലോ. അതെ അതെ നമ്മൾ പക്ഷെ പഹൽഗാമിന് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് മറുപടി പറഞ്ഞ ശേഷം നമ്മളുടെ സേനാവ്യൂഹങ്ങളൊക്കെ നിലയുറപ്പിച്ച് നിൽക്കില്ലേ എപ്പോഴും പാകിസ്ഥാനെ അടിക്കാനായിട്ട്. അതെ നമ്മുടെ S-400 ഇല്ലേ, റഫാല്, ഇതൊക്കെ സേനാ താവളങ്ങളിൽ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ യുദ്ധസജ്ജമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അടിക്കാൻ. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അവസാനിപ്പിച്ചില്ല. അപ്പം നമ്മൾ യുദ്ധ സമാനമായ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ തന്നെയാണ് എന്ന് പറയാം. വി ആർ അറ്റ് വാർ. കാരണം ആ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. നമ്മുടെ പൊസിഷൻ അതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി 12 ദിവസം വേണ്ട. അതാ ഞാൻ ഈ പറയുന്നത്. പഹൽഗാം കഴിഞ്ഞിട്ട് എടുത്ത താമസം ഉണ്ടല്ലോ, അതിന്റെ ആവശ്യം ഇല്ല ഇപ്പോ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചാൽ പാകിസ്ഥാന് കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.